ഇരിപ്പ് കണ്ടില്ലേ, പ്രിയദർശനാണെന്നാ പാവം. കഴിഞ്ഞെടുത്ത നാടാൻ കണ്ടോ ഇങ്ങനെ 6 പോറായിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു. ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അത് ശരി, സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ പോയ പോലെ. അദ്ദേഹത്തിന് നാടകം കാണേണ്ട കാര്യമുണ്ടോ? ആക്ഷനും ലൈറ്റ്സും ക്യാമറയും എന്ത് എസ്തെറ്റിക്സും. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ടക 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 ടകാന്ന് തമാശ വരണം. അതാണ് വക്കീലന്മാർക്ക് വേണ്ടത്. കോടതിയിലെ തമാശ, ജഡ്ജിമാരുടെ തമാശ, വക്കീലന്മാരുടെ തമാശ. ഇത് മറ്റേ സിനിമാറ്റിക്കും പറയാതിരിക്കാല്ലോ. സർ, ഞാൻ കളമശ്ശേരി പുതിയ സിറ്റിയിലേക്ക് കല്ല് ചുവന്നു കൊണ്ടുപോയിട്ടിട്ട് തിരിച്ച് മെട്രോയിൽ വന്നുകൊണ്ടിരിക്കുക. ഇത് ചെയ്യണ സ്ഥിരം പരിപാടിയാ, എപ്പോഴും ഡിലേ. മൈലോഡ്, തങ്ങളെ തന്നെ രക്ഷിച്ച, ഈ നാടിനെ തന്നെ രക്ഷിച്ച ആ മഹാനെ കുറിച്ച് എന്താണ് സാർ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ലോർഡ് സുരേഷ്, ഇത് ലോർഡ് രവേഷ്. അദ്ദേഹം ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ്, ഈ നാടിനെ രക്ഷിച്ച വീരൻ. സർ, സത്യത്തിൽ എന്താണ് അന്ന് അവിടെ സംഭവിച്ചത് ഒന്ന് പറയാം? ഞാനും എൻ്റെ കുടുംബവും എന്തിന് ഈ രാജ്യം തന്നെ സുനിൽ സുരേന്ദ്രൻ സാറോട് കടപ്പെട്ടിരിക്കുന്നു. ഞാനും. സർ, ഈ സംഭവങ്ങൾ ഒന്ന് വിശദമായി തന്നെ ഒന്ന് പറയാം. ഇവിടെ എങ്ങനെ മസിലൊടിച്ച് ബോറടിച്ചിരിക്കുമ്പോഴെന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. അതിപ്പോ എന്തോരം അനധികൃത കെട്ടിടങ്ങളാ, കണ്ടിട്ട് കൊതിയാവണു. രോമാഞ്ചം. ഓ, നമുക്ക് ബോട്ടിങ്ങിന് പോയാലോ? അറബിക്കടലിലെ റാണിയെ കൊച്ചിന്ന് വന്ന് നമുക്കോ? അതൊന്നും വേണ്ട. എന്നാ പിന്നെ സ്നോഫോൾ കാണാൻ പോയാലോ? അതിന് ചാലക്കുടിയുള്ള സിൽവർ സ്റ്റോമിൽ പോയാൽ പോരെ. കാശ്മീർ വരെ ഓർമ്മ. ഞങ്ങൾ അന്തർ സംസ്ഥാന തൊഴിലാളികൾ, ഞങ്ങൾ അന്തർദേശീയ തീവ്രവാദികൾ, ഇന്ത്യയുടെ അധപ്പതനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തോക്ക് ചൂണ്ടിയ കൈവെക്കണമെന്ന് അറിയില്ലടാ. ഞങ്ങളെ അങ്ങനെ നോക്കി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞങ്ങൾ തീവ്രവാദികളാ, അല്ലാതെ വക്കീലന്മാരല്ല. ഞങ്ങൾ ഗുണ്ടകളാണ്, അല്ലാതെ അനാഥരല്ല. അത് നിങ്ങൾക്ക് ആളെ വേണ്ടത്ര പരിചയമില്ലാത്തതുകൊണ്ടാ. ഇന്ത്യ ഞങ്ങളുടെ ശത്രു രാജ്യമാണ്. അത് നശിപ്പിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോവും. അതിന് ഞങ്ങളില്ലേ? ഇന്ത്യ കി തബാഹി, അതാണ് ഞങ്ങളുടെ മക്സദ്. ഇന്ത്യ അല്ല, ഭാരത് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. പ്രിയാമ്പിൾ വായിച്ചിട്ടില്ല അല്ലേ? അതല്ല, ഇത് ആംസ് ആക്ട് പ്രകാരം റെസ്ട്രിക്റ്റഡ് ഫയർ ആംസ് ആണല്ലോ. ആംസ് ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ റെസ്ട്രിക്റ്റഡ് ഫയർ ആംസിനുള്ള ലൈസൻസ് വേണം. ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യൂ. അല്ല, ഹൗ ക്യാൻ ഐ ഐഡന്റിഫൈ യു ആർ എ ടെററിസ്റ്റ്? ഇനി പ്രൂഫ് ഫോർ ദാറ്റ്, ടേക്ക് ഔട്ട് യുവർ വിസ, ലെറ്റ് മീ ചെക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് പ്രൊഡ്യൂസ് ചെയ്യണം. മൈ ലോർഡ്, പ്ലീസ് എ ഷോർട്ട് ടൈം ഫോർ പ്രൊഡ്യൂസിംഗ് ദ ഡോക്യുമെന്റ്സ്. നിങ്ങൾ അന്യദേശ തീവ്രവാദികളായ കാരണം രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ കോടതിയിൽ ഹാജരാക്കി കരയിച്ചേനെ. ബ്രദർ രമേശ്, ഇവരുടെ ഡിഫക്റ്റ് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അവിടെ പോയി ആ ഹോട്ടലുകൾക്കും ഹോം സ്റ്റേകൾക്കും ഒക്കെ പെർമിറ്റും ലൈസൻസ് ഉണ്ടോന്നു. സുരേഷ് മനസ്സിലായി. ദാൽ തടാകത്തിൽ പോയി അവിടുത്തെ ബോട്ടുകളിൽ എത്ര പേരെ വെച്ച് കയറ്റുണ്ടെന്നും അതിനൊക്കെ ലൈസൻസ് ഉണ്ടോ എന്നും തീരേക്കാം. അല്ല, ഇതിപ്പോ ഞങ്ങളാണോ നിങ്ങളാണോ തീവ്രവാദികൾ? അതിനിപ്പോ എന്താ സംശയം? ഈ ലോകത്ത് ഒരു തീവ്രവാദിക്കും ഇങ്ങനൊരു ദുർഗതി വന്നിട്ടുണ്ടാവില്ല. സുജിത് ഭായി, നമുക്ക് ഈ മിഷൻ അബോട്ട്. ഈ ഭായിമാരുള്ളത് കൊണ്ട് നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. എന്താ ഭയം ഇറക്കട്ടു. അയ്യപ്പൻ എവിടെ? അയ്യ സാറേ, ദ്വാരപാലകനെയല്ലേ കാണാണ്ടായത്? ഇപ്പൊ അയ്യപ്പനെയും കാണാണ്ടായോ? ഇത് തള്ളേ, നിങ്ങൾ തമാശയൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് പറഞ്ഞു അവൻ എവിടെ ഉണ്ടെന്ന്. അവനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഉവ്വ്, അവനെ
ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് എന്ന് എഴുതി പോക്കറ്റിൽ കടലാസ് വെച്ച് നടക്കാം. എവിടെ കൊടുത്തെന്നാ പറഞ്ഞേ? ഹൈക്കോടതി കേട്ടിട്ടില്ലേ? ദേഹത്തുള്ള ചുമ്മാ വിശന്നിരിക്കുമ്പോ ചിരിപ്പിക്കാതെ എവിടെയുണ്ടെന്ന് പറ. അവനോട് ഒന്ന് സറണ്ടർ ചെയ്യാൻ പറ. മര്യാദക്ക് സറണ്ടർ ആയ SHO അടുത്ത് പറഞ്ഞ് 2 അടി കുറങ്ങി വാങ്ങിപ്പിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലെങ്ങാനും കിട്ടിയ അവനെ ഇട്ടിച്ച് അവനെ ഞങ്ങൾ ശരിപ്പെടുത്തും. ആന്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ? പഴയ ഹൈക്കോടതി അല്ല ഇപ്പോഴത്തെ ഹൈക്കോടതി. ഹൈടെക് ആണ്. പണ്ട്, അതായത് AI, ഇന്റർനെറ്റ്, ഗൂഗിൾ, എന്തിന് വിൻഡോസ് വരുന്നതിന് മുമ്പ് പണ്ടൊരു കക്ഷി 12 മണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ബെയിൽ ഓർഡർ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത് 3 മണിക്ക് ബെയിലും കിട്ടി, 6 മണിക്ക് ഓർഡർ കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഡാഷ്ബോർഡ് വന്നതിന് ശേഷം വിളിച്ച സ്വഭാവം മാറും കേട്ടോ സാറേ. ആദ്യം സെഷൻസിൽ പോയി നമ്പർ ചെയ്യണം. ഇനി നമ്പർ ആയാൽ തന്നെ ഇൻസ്ട്രക്ഷൻസിന് പോകണം. ഇൻസ്ട്രക്ഷൻസിന് പോയാൽ തന്നെ 25 ദിവസം കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റിംഗ് കിട്ടത്തുള്ളൂ. അതിനുള്ളിൽ അവനെ അറസ്റ്റ് ചെയ്ത് കേസ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റും ഫയൽ ചെയ്ത് കോടതിയിൽ നിന്ന് സമൻസ് വരും. മനസ്സിലായോ? അപ്പോഴേക്കും നിങ്ങളുടെ വക്കീലിന് ജഡ്ജിക്ക് ഇഷ്ടമുള്ള ഒരു വാക്ക് പറയാൻ ഒരു ചാൻസ് ലഭിക്കും. മൈലോഡെന്നല്ലേ? ഏത് ജഡ്ജിയും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കുണ്ട്, ഇൻഫ്ലക്ച്വസ്. ബ്രദർ സുനിൽ ഞങ്ങളുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. ബ്രദർ അക്ഷരം മാറിപ്പോയൊന്നുമില്ലല്ലോ അല്ലേ? ഇന്ത്യ അല്ല ഭാരത്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. വാട്ട് പ്രിയാമ്പിൾ സേസ്? അത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അജയ്, ദിസ് ഇയർ നമുക്ക് 2-3 വേക്കൻസി ഉള്ളതല്ലേ? വേക്കൻസി ഫിൽ ചെയ്യണം. പുതിയ ആൾക്കാരെ ഫിൽ ചെയ്യണ്ടേ? ഔട്ട് ഗോയിങ് നമ്മുടെ 8ാം നിലയിലെ വെരി ഗുഡ് സരുൺ, പിന്നെ 2ാം നിലയിലെ സാഗരേഷും. ഈ VG സരുൺ കാര്യം ആളൊരു വിനയകുമാർ ആണെങ്കിലും വിനയം കൊണ്ട് ആൾക്കാർക്ക് പണി കൊടുക്കുന്നതിലും വിദഗ്ധനാണ്. അതിപ്പോ ബ്രദർ സാഗരേഷും അങ്ങനെയൊക്കെ തന്നെ. കേസ് നല്ല വൃത്തിക്ക് കേൾക്കും, ഉറങ്ങാതിരിക്കാൻ സ്വന്തം തലക്കിട്ട് തട്ടുകയും ചെയ്യും. ജഡ്ജ്മെന്റ് മൊത്തം റിസർവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട. നോ 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 നൗ ഓൺവേർഡ്സ് അതൊന്നും പറ്റൂല. യുനോ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് താഴെ ഒരു ടേബിൾ വരും. ആ ടേബിളിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റ് റിസർവേഷൻ ഓരോ ഡേറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ്. ഇയാളുടെ ഒരു പരിഷ്കാരങ്ങൾ. ഒരു കേസ് പാട്ടേടാകണമെങ്കിൽ പോലും പറക്കി നിൽക്കുന്ന ദിലീപ് മുതൽ ചീഫ് ലോഡ് വരെ എല്ലാവരും സമ്മതിക്കണം. നമുക്ക് സ്ലീപ്പർ സെൽസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്, സ്ലീപ്പർ സെൽസ് അതായത് ഈ വക്കീലന്മാരുടെ പോളിസി ഡിസിഷൻസ് ഉൾപ്പെടെ അപ്പോൾ നമ്മളെ അറിയിക്കാൻ, ഇൻക്ലൂഡിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ നമ്മളെ അറിയിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ സ്ലീപ്പർ സെൽസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ല. അതൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിക്കോളൂ. ഇപ്പൊ നമുക്ക് പുതിയ ലോട്ടുള്ള നോമിനേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാം. Who are the new nominees? Let's see them. അതിനുള്ള ഏവ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണാം. Okay. മസാജ് പാർലറിൽ റെയ്ഡ് നടന്നാൽ ഓടണോ നിക്കണോ? നിങ്ങൾ വെറും കസ്റ്റമർ ആണോടെ അതോ കൂട്ടുപ്രതിയോ? അവിഹിത ബന്ധം കുറ്റകരമാണോ? ഇതുപോലുള്ള സുപ്രധാന നിയമവശങ്ങൾ അറിയാൻ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ വന്ന് കമന്റ് സെക്ഷനിൽ എന്നെ വേണ്ടുവോളം തെറി വിളിക്കുക. ഡേ എന്റെ കറവുകളൊക്കെ വെച്ച് 1-2 ലീഗൽ പോയിന്റ് പറഞ്ഞു തരുന്നില്ലടേ. ബഹുമാനിക്കാൻ പഠിക്കടേ. അറിവും വിവരമുള്ളവനെ ബഹുമാനിക്കടേ. ആ മച്ചു കണ്ടോടെ അവന്റെ സ്നേഹം. എന്റെ 2 പോയിന്റ് അവനെ രക്ഷിച്ച്. ഇതാണ്ടേ സ്നേഹം, ഇതാണ്ടേ സ്മരണ. സ്മേൺ ഓഫ് അല്ലടേ, സ്മരണ. നമ്മുടെ പയ്യൻസ് ഷാരുഖ് ഖാന്റെ സിനിമ ഉണ്ടല്ല, ആ കബി അൽവിദ നാ കേന. ആ പയല് പറയണ എന്താന്ന് വെച്ചാ ഒരിക്കലും ടാറ്റ പറഞ്ഞ് പോരുത് കേട്ടാ. അതാണ് പോയിന്റ്. സ്നേഹമാണ് അഖിലസാഗരൻ മൊഴി. നമ്മുടെ ലാലേട്ടൻ പറയണ പോലെ എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് എന്റെ ഫോളോവേഴ്സ്. അപ്പോ അണ്ണൻ വരട്ട. ആഹാ, ഇവൻ കൊള്ളാലോ. അച്ഛാ, ബട്ട് ബാക്കിയുള്ള നോമിനേഷനെ കൂടെ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ പുതുമുഖങ്ങളല്ലാതെ കുറച്ചുകൂടി റഫ് ആൻഡ് ടഫായ ആരുമില്ലേ? ഹൈ ലോഡ്സിലും സുപ്രീം ലോഡ്സിലും
വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള നിയമവിസ്മയമാണ് അബല ബിജു. 2 മാസം കഴിഞ്ഞ് ജപ്തി ചെയ്യുമെന്ന് ബാങ്ക് നോട്ടീസ് അയച്ചപ്പോൾ അതിനെതിരെ ആഞ്ഞടിച്ച് ചെല്ലപ്പൻ ചേട്ടന് കാശടയ്ക്കാനുള്ള സമയം 2 ആഴ്ചയായി കുറച്ചു കൊടുത്ത മഹതിയാണ്. കൂടാതെ കുഞ്ചാക്കോ ചേട്ടന്റെ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ 4 മാസത്തിൽ തീർപ്പാക്കാൻ പൊട്ടക്കുളം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഹൈലോഡ്സ് ഉത്തരവിട്ടത് അബല ബിജു വീശി അടിച്ചപ്പോഴാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ആണ് ഈ പിഞ്ചൊമ്മനിയെ കണ്ണിലുണ്ണിയായ അബല ബിജുവിനെ മറ്റെല്ലാ മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. അബല ബിജു മാഡം, എന്താണ് താങ്കൾക്ക് ഈ നോമിനേഷനെ കുറിച്ച് പറയാനുള്ളത്? What you said? You repeat question. എന്നാ അത് വേണ്ട, വേറെ ചോദിക്കാം. ഒരുപാട് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. എത്ര ജഡ്ജ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും? ഓ, അത് ധാരാളമുണ്ട്. മർമ്മ ന്യൂസ്, വെള്ളിമൂങ്ങ ന്യൂസ്, വടക്കുഴി സ്റ്റീഫൻ, പോഡ്കാസ്റ്റ്, കേരളം ഓൺലൈൻ എന്നിവയിലെല്ലാം എന്റെ കേസുകൾ ദിവസവും വരാറുണ്ട്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ചെയ്യണോ? കൊള്ളാം. അയ്യോ കഴിഞ്ഞില്ല, ഇനിയുണ്ട് 4 എണ്ണം. എവിടെ വർഷങ്ങളായി മിലോഡ് എന്നതിന് പകരം മിലാഡ് എന്ന് വിളിച്ച് ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ ട്രോളുന്നതിൽ ഈ മഹാൻ ആനന്ദം കണ്ടെത്തുന്നു. ഇല്ല മിലാഡ്, എന്റെ കയ്യിൽ നിന്ന് ബുക്കും വാങ്ങി എനിക്കിട്ടുണ്ടാക്കണ്ട. ജഡ്ജ് ആണത്ര ജഡ്ജ്. ബുക്കും ഇല്ല, ഒരു കോപ്പും ഇല്ല. എനിക്ക് BSc മതി. ഐ ലവ് BSc. ഭയങ്കരം തന്നെ. അടുത്ത നോമിനി ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. My lords, Article 14 is not just a line, but it is the heartbeat of equality. It is not just a section, but the soul of the Constitution. My lords, I am the only lady senior superstar. I am the 1 out of 100. I am eligible. Here also, I am trying my level best. Thank you, my lords. ഈ കൂടെയുള്ള മൂപ്പറെ കൂടി സീനിയർ ആക്കിയിട്ട് അടുത്ത തവണ നോക്കിയാ പോരെ? നമ്മളായിട്ട് വെറുതെ കുടുംബകലഹം ഉണ്ടാക്കണോ? My lord, my lord, 500 rupees per case, my lord, now 700 rupees, my lord, for each case, my lord, maybe chat shop, my lord, maybe, my lord, maybe, permit, maybe also, my lord, maybe next case, my lord, in another court, my lord, maybe another case, my lord. വേണ്ട, ഒരു കോടതിയിലെയും കേസ് മുഴുമിക്കാൻ പറ്റാത്ത അത്രയും കേസുള്ള ഇയാളെപ്പോലുള്ളവരൊന്നും വേണ്ട. അടുത്ത ആളെടുത്ത് നോക്കട്ടെ. You wrote it, lords. In a criminal trial, I'm raising a significant doubt that what is the proof of oath against the oath? What is the jurisprudence of the law as it is what been stated by the Stephen in the evidence? क्या नारियल बोल रहे तू? നോ ഐഡിയ ജി. വേണ്ട, ഇത്ര ബുദ്ധിയുള്ളവരൊന്നും വേണ്ട. ക്രിമിനൽ സൈഡ് ആണ്. പിന്നെ മൊട്ടത്തിലേക്ക് കാണുമ്പോ പുതിയ പിള്ളേര് പേടിച്ചോളൂലോ എന്ന് കരുതിയാണ് ഇൻക്ലൂഡ് ചെയ്തത്. Let's select the first 2 nominees. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആലോചിക്കാം വേണോ വേണ്ടായോ എന്ന്. ഓക്കെ, ശരി. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കഠിനമായ പഠന രീതികൾ. നമുക്ക് ആദ്യം വി കൺഫ്യൂസ് ആപ്പ് തുറന്ന് ഓരോ കോടതികളെ പറ്റി പഠിച്ചു തുടങ്ങാം. ഷെടാ, ഇത് തുറന്നു വരുന്നില്ലല്ലോ. വർക്ക് ആവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ബിടെക് ബൈജു സാറെ പോയി കാണാം. അദ്ദേഹം ആവുമ്പോ വാച്ച് മുതൽ എയ്റോപ്ലെയിൻ വരെ ശരിയാക്കാൻ കാര്യം അറിയാവുന്ന ആളാ. കൂത്താട്ടുകൾ IIT ബിടെക് പാസ്സായ ആളാ. സർ ഗുഡ് മോർണിംഗ് സർ. What is the problem? Which is the temple? വടകര ഭഗവതികാവ്, നിയർ ടു റെയിൽവേ സ്റ്റേഷൻ. ഇത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തല്ലല്ലോ, കടലിനടുത്താണല്ലോ. സി സർ, അതല്ല സർ, വി കൺഫ്യൂസ് ആപ്പിനൊരു ട്രബിൾ. Oh, there's a change of roster. We are no more in the jurisdiction.
അമ്പലമോ സ്വർണമോ വല്ലതും ഉണ്ടെങ്കിൽ വരൂ, നോക്കാം. ബിടെക് ബൈജു സർ. സീനിയർ ബ്രദർ ഇപ്പോ പഴയ ബിടെക് ബൈജു അല്ല, അയ്യപ്പ ബൈജു ആണ്. മഴ വരുന്നു എന്ന് തോന്നുന്നു. റേസ് ചെയ്താലോ? സ്വാമി ശരണം. റെയിൻകോട്ട് ഇട്ടിട്ട് നോക്കാം. മൂന്ന് കൊല്ലം ഞാനും ഉണ്ടായിരുന്നു ദേവസ്വം ബെഞ്ചിൽ. സ്വർണം പോയിട്ട് അരവണയിൽ ഒരു അരണ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്? കൊച്ചി ദേവസ്വത്തിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലി ടിക്കറ്റിലെ പോലും അഴിമതി കണ്ടെത്താൻ പറ്റിയില്ലോ. ആകെ കിട്ടിയത് ആ ട്രാക്ടറിൽ തൊഴാൻ പോയ പോലീസുകാരനെ മാത്രം. അയ്യപ്പസ്വാമി, എന്നോടിത് വേണ്ടായിരുന്നു. സസ്പെൻഷൻ കൊണ്ട് തന്നെ തളർത്താന്ന. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സാറിനെ സസ്പെൻഡ് ചെയ്തല്ലേ? പിന്നെ സസ്പെൻഷൻ, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ. സസ്പെൻഷൻ എനിക്ക് പുല്ലാണ്. അസോസിയേഷൻകാർ വരുന്നുണ്ട് പിരിവിന്. ഹയാട്ടെന്നൊക്കെയാ പറയുന്നത്. നമുക്ക് രക്ഷപ്പെടാം. ഹാപ്പി, നീ വേണമെങ്കിൽ പൊക്കോ. ഞാൻ ഓൾറെഡി സസ്പെൻഡ് മെമ്പറല്ലേ. എന്നെ ഇനി ആരും സസ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഉർവശി ശാപം ഉപകാരമായല്ലേ. ഇനി ഇവിടെ നിന്ന ഹാപ്പി മത്തായി സാഡ് മത്തായി. ഞാൻ രക്ഷപ്പെടട്ടെ. പണക്കാരെ ബഹുമാനിക്കുവന്മാരെ ആദ്യം പഠിക്കട്ടെ. പേടിക്കണ്ട, ഇത് പഴയ പഞ്ചാബി ട്രോമയാണ്. നമുക്ക് 5ാം നിലയിലെ കോടതിയിലേക്ക് പോവാം. അപ്പൊ അത് കാര്യാക്കണ്ട. Madam, the bench is deeply disturbed. Deeply. Where is that old trust between husband and wife? Where is the patience, compromise, sacrifice? We are petrified and aghast at the sheer disregard of human compassion. Everybody wants justice, but nobody wants peace. Brother, we have a lot of items on board today. Let's start calling. Sister, I know the list is pretty big today, but justice is not about disposal. From filling up of potholes and cheering away flex boards across the state, and now uniting families, this code has now become brand of humanity across this country. ഇതൊന്നും നമ്മൾ ലിസ്റ്റ് തീർത്തിട്ടുള്ളതല്ല. My lord, this petition is filed for seeking custody of the minors, my lord. I know. We have gone through the entire files. We know the facts better than you. ഇതൊക്കെ വായിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. My lord, may I just... Rizwana? My lord, Rizlana. See Dilshana. See paragraph 3. Yes. The petitioner stricken by emotional desiccation and marital entropy seeks rejuvenation of filial bonds through judicial intervention. Who drafted this? My lord, my junior prepared the draft, my lord. Is your junior ChatGPT? No, my lord. നാണ് പൃഥ്വിരാജ് ശശി തരൂർ. ഞങ്ങളൊക്കെ മാത്രം ഉപയോഗിക്കുന്ന കടികെട്ടി ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എന്തിനാ ഇംഗ്ലണ്ടിൽ പോയി ഞങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നേക്കുന്നേ? Sister, look at this. They have managed to use rejuvenation and entropy in the very same sentence. Even Shakespeare would have filed objection. Brother, let's focus on the list. The words can rest in peace as if now. My lord, may I just make a submission, my lord? May I... Madam, how could you play with children's life like this? Look at those cuties. എന്തൊരു ഓമനത്തുള്ള മുഖങ്ങളാണ്. I don't want any technicalities here. My lord... No. Don't make any irresponsible arguments here. I will not tolerate that. Everday, where is the father? No, my lord. There he is. What a gentle personality. Look at him, madam. We'll call the case after lunch. Let the child be with the father. My lord. What on heaven will happen if the child is with the father for a few minutes? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? Where is the compassion? My lord, may I just make a submission, my lord? See, sister, what is happening here? The parents are so manipulative. See the tragedy of the times that we are living in. എന്താ ഇതിനൊക്കെ പറയാ? My lord, this is not their father, my lord. What on earth are you saying? That is not his father? Your lordship, may please listen to me. Where is the sanctity of marriage gone? Marriage is an institution of trust. What has happened to it? Madam. No. No, madam, no. Please, don't make irresponsible submissions again. Madam, Please. അത് എന്റെ പിള്ളേരാണ്.
സ്കൂളില്ലാത്തോണ്ട് ഞാൻ എന്റെ കൂട്ടിനെ കൊണ്ടുവന്നതാ. ഇതേതോ പള്ളിയിൽ ഇടവകയിൽ അച്ഛനാ, കണ്ടില്ലേ കൊന്ത. ഐ എം ഫാദർ ഡാനിയൽ, ജാക്ക് ഡാനിയൽ. It is a habeas corpus matter, Your Lordship. The parents are before Your Lordship. Oh God, poor parents. GP, read the antecedents. Accused in NDPS case, extortion case, പിന്നെ ഒരു പോക്സോ മാറ്ററുമുണ്ട്, യുവർ ലോർഡ്ഷിപ്പ്. കൗൺസിൽ, നിങ്ങളുടെ ക്ലയന്റിന്റെ ആന്റിസിഡൻസ് ഇത്ര അലാമിംഗ് ആയിരിക്കുമ്പോൾ how will I hand over a girl to him? Nothing doing. My lord, she is an adult. So what? We are also parents here. ഞങ്ങൾക്കും കുട്ടികളുണ്ട്. We know what is best for the girl. കുട്ടിയെ വിട്ടു കൊടുക്കാൻ പറ്റില്ല. യുവർ ലോർഡ്ഷിപ്പ്, ക്ഷമിക്കണം, ഞാൻ വായിച്ചത് പെൺകുട്ടിയുടെ അച്ഛന്റെ ആന്റിസിഡൻസ് ആണ്. വാട്ട്? അങ്ങനെ വരാൻ വഴിയില്ല GP. പേരൻസ് വോണ്ട് മേക്ക് മിസ്റ്റേക്ക്. അച്ഛനും അമ്മയും തെറ്റ് ചെയ്യില്ല. GPക്ക് ഫയൽ മാറിപ്പോയതായിരിക്കും. ഒന്ന് പ്രോപ്പറായിട്ട് നോക്കൂ. With all due respect, my lord, അങ്ങ് ഭാഗ്യവാനാണ്. നല്ല കുടുംബം, നല്ല കുട്ടികൾ, നല്ല രക്ഷിതാക്കൾ. പക്ഷേ എല്ലാവരുടെയും കാര്യം അങ്ങനല്ല, യുവർ ഓണർ. Nobody in the courtroom? Nobody is willing to work? They're all on strike, brother. Why should they have all the fun? Brother. Let us dismiss all the cases posted today in the entire state of Kerala by a single common judgment. Yes. എല്ലാരും RP ഫയൽ ചെയ്യട്ടെ. Well, let me give you some halves for lots. First, we are an elite class. നമ്മളെ തന്നെ കൊണ്ട് നടക്കണം. ബുദ്ധി ഇല്ലെങ്കിലും ഉള്ളതുപോലെ അഭിനയിക്കണം. അധികം വർത്തമാനം വേണ്ട. മുദ്രകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. രാവിലെ മെൻഷൻ ചെയ്യാൻ വരുന്നവരടുത്ത് ഏകമുദ്ര, നോട്ട് ടു അറസ്റ്റ് ചോദിക്കുന്നവരടുത്ത് ദ്വിമുദ്ര, വല്ലാതെ ആർഗ്യുന്നവന് ദ്വിമുദ്ര. പിന്നെ വേറൊരു സാധനമുണ്ട് ഡിസ്മിസലിന്, പഞ്ചമുദ്ര. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1/2 ഇഞ്ചിൽ കൂടുതൽ മുടി വളരാൻ പാടില്ല. വീട്ടിൽ എപ്പോഴും ഒരു ബാർബർ വേണമെങ്കിൽ ലഞ്ചിന് എണീക്കുമ്പോൾ പോയി മുടി വെട്ടിയിട്ട് വരാം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇത് ഞാൻ സാൻ ഫ്രാൻസിസ്കോ എന്ന് കൊണ്ടുവന്ന ബാൻഡ്, ഇത് ന്യൂയോർക്കിൽ നിന്ന് കൊണ്ടുവന്ന ബാൻഡ്, ഇത് കൂത്താട്ടുകുളത്തിൽ നിന്ന് ഇടയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ച ബാൻഡ്. ഇങ്ങനെ ഒട്ടനവധി ബാൻഡുകളുണ്ട്. സോറി, നമ്മൾ പാൻസ് ഗ്രേ മാത്രമേ ഉപയോഗിക്കാവൂ. 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ പാൻസ്, 365 ഡേയ്സ്. പിന്നെ ഇവറ്റകളോട് പരമപുച്ഛമായിരിക്കണം. ഒരു കാരണവശാലും അത് പുറത്ത് കാണിക്കരുത്. പിന്നെ വേണമെങ്കിൽ പുറകെയിരിക്കുന്ന ക്ലയൻസിനെയോ ലോ സ്റ്റുഡൻസിനെയോ വെളിയിൽ കൂടെ പോയി എത്തി നോക്കുന്ന ആരെങ്കിലും പിടിച്ച് അമിക്കസാക്കാം. അങ്ങനെ ഇവന്മാരുടെ മൊറാൽ നമുക്ക് കളയാം. പിന്നെ ഓണം, വിഷു, ദീപാവലി, റിട്ടയർമെന്റ്, എൻറോൾമെന്റ്, പുസ്തക പ്രകാശനം, എല്ലാത്തിനും റീൽസ് ആൻഡ് പോസ്റ്റ് വേണം. ചിരിക്കാനും ഇവരിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മൾ പഠിക്കണം. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് കോടതികളുണ്ട്. ഒരു കാരണവശാലും അവിടെ നിന്ന് ഒന്നും കണ്ടു പഠിക്കരുത്. ചില ലോഡ്സ് ഉണ്ട്, കേസ് വീട്ടിൽ കൊണ്ടുപോയി പഠിച്ച് ലിസ്റ്റാക്കി കൊണ്ടുവരും. അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ ചീഫിന്റെ കോടതിയിൽ വീക്ക്ലി ലിസ്റ്റ് കാലത്തെ കൊണ്ടിടും. അങ്ങനെയൊന്നും ലോയേഴ്സിനെ ശീലിപ്പിക്കരുത്. പിന്നെ വേറെ ചില കോടതികളുണ്ട്, ലിസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കും. അഡ്മിഷനും ഡിസ്പോസലും എല്ലാം തീർക്കും. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. പിന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉദാഹരണത്തിന് 1 മുതൽ 4 വരെയുള്ള ലിസ്റ്റ്, പിന്നെ 55 തുടങ്ങുന്ന ഒരു സെപ്പറേറ്റ് ലിസ്റ്റ്, പിന്നെ 86 ഒരു എക്സ്ട്രാ ലിസ്റ്റ്. അങ്ങനെ 56ാമത്തെ ഐറ്റം ഉള്ളവൻ 1 മുതൽ 55 വരെ കേസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കും. ഒരു രസം. പിന്നെ ഉണ്ട് തമാശകൾ. 17,000 ചില്ലുവാനും എന്നൊരു ലിസ്റ്റ് ഇടണം. ഒരിക്കലും എടുക്കരുത്. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. only thumb rulers, inaccessible as you can. ഒരു നല്ല നിർഗുണ പരബ്രഹ്മമായി ജോലി ചെയ്യാം. ഒരാൾക്ക് നമ്മൾ കാരണം ഒരു ഉപകാരം ഉണ്ടാവരുത്. മാം, 1 question. എനിക്ക്
എ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഹൈക്കോർട്ട് റീലേ ചെയ്യാൻ കുറച്ച് ലൊക്കേഷൻ. ഇതിനെ പോലെ ഇവൻ മാത്രമേ ഉള്ളൂ, ഇത് വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിനറിയാം. ലൊക്കേഷൻ ചോദിച്ചാലേ ഉള്ളൂ. പിന്നെ നോക്കണ്ടാത്ത ചില കോടതികളുണ്ട്. മര്യാദയുടെ മാതൃകയായ പുരുഷോത്തമൻ സാർ, 3-ാം നിലയിലെ റിയാദ് സാർ, ഇവരൊക്കെ കേൾക്കും. പ്രത്യേകിച്ച് നമുക്ക് ഓർഡർ ഒന്നും കിട്ടില്ലെങ്കിലും കേൾക്കും. പിന്നെ കോടതി എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് 1 ബാർ കോടതിയിൽ കയറി പഠിക്കണം. നമ്മുടെ രതീഷ് നയനാൻ സാറിന്റെ കോടതി, അവിടെ കൃത്യമായിട്ട് കോടതിയുടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ മൂപ്പര് പറയുന്നൊന്നും കേൾക്കില്ലെങ്കിലും മൂപ്പര് എല്ലാരെയും കേൾക്കും. ഇനിയൊരു ഗ്രൂമിംഗ് സെഷൻ ആവാം. അത് ഗിന്നസ് കുട്ടികൃഷ്ണൻ സാറിൻ്റെത്. ഏറ്റവും കൂടുതൽ ഡിസ്പോസൽ ഉള്ളതിന് ഗിന്നസ് റെക്കോർഡുള്ള ആളാ. 4 മിനിറ്റിൽ 40 ഡിസ്പോസൽ. ശരിക്കും എല്ലാവരും പറയും ജഡ്ജസിന്റെ പണി വലിയ കഷ്ടമാണ്. ഒന്നുമില്ല. ആദ്യം നമ്മളൊരു 3 ഫോർമാറ്റ് ഉണ്ടാക്കി വെക്കണം. 1, ഹെഡ് ലേണഡ് കൗൺസിൽ, ബട്ട് ഗോയിങ് ഇൻ ടു ദ കണ്ടൻസ് I think it is better to go dash authority. That may consider within 3 months. 2, head all argued very good, no merits in the case, dismissed. Let the lower court consider it again, it will be better. കേസുകൾ പോസ്റ്റ് ചെയ്യണം, കേൾക്കണം, ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്യണം. സ്റ്റാഫ് ഹാപ്പി, ടെനോ ഹാപ്പി, വക്കീല് ഹാപ്പി, എല്ലാവരും ഹാപ്പിയോ ഹാപ്പി. ജീവിതം വളരെ തരരിന. നമ്മുടെ മെന്റൽ ഹെൽത്തേ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ബാലരമയും കുക്കുടും സ്ഥിരമായി വായിക്കണമെന്നേ. അതാണേ. അത് കളിക്കുടിക്കല്ലേ സാർ? അതല്ലേ കുട്ട ഞാൻ പറഞ്ഞത്. ഒരു സജഷൻ, ഒരു പ്രണയകാവ്യം കണ്ട് ടച്ചിങ് ഹാർട്ട് ടച്ചിങ്, പക്ഷേ ഒരു ഇഷ്ടമല്ലടാ ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല അതല്ലേ സിറ്റുവേഷൻ റൈറ്റ്? അതിനേക്കാ നല്ലതേ നമുക്ക് ഒരു ചിരി കണ്ടാൽ അത് കയറ്റിയാലോ? എങ്ങനെ ഉണ്ടാവും? ആളുകൾക്കിടയിൽ ഫേമസ് ആവാൻ കുറുക്കു വഴികളുമുണ്ടോ സർ? ഒരു ഓർഡർ പോലും കൊടുക്കാതെ പോപ്പുലർ ആവാൻ ചില ചെറിയ ട്രിക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ജൂനിയർ മെമ്പേഴ്സിനെ വിളിച്ച് ആർട്ടിക്കിൾ 226 ശേഷമുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുക. പിന്നെ ചെറിയ വക്കീലന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കൊടുത്താൽ അവർക്കതൊരു മൈലേജും ആകും, നമുക്കതൊരു പോപ്പുലാരിറ്റി ആവും. അത്രേ ഉള്ളൂ, സിമ്പിൾ. അത് കഴിഞ്ഞ് August 2 ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ജഡ്ജ്മെന്റിലെ സസ്പെൻസും ക്ലൈമാക്സും എങ്ങനെയെന്നറിയാൻ വേണ്ടി നമ്മുടെ ഡയറക്ടർ മിത്തു ജോസഫിന്റെ വക പാറേപ്പള്ളി ഹാളിൽ വെച്ചൊരു സെഷൻ. അതും കൂടി കഴിഞ്ഞ you guys will be the perfect candidates. മാം വാട്ട്സ് യുവർ മാറ്റർ എന്ന് പറയാൻ ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ജഡ്ജിന് റീൽസ് ചെയ്യാൻ പറ്റൂല. വാട്ട് എ പിറ്റി. എന്താ കോടതികളൊക്കെ ഇങ്ങനെ? ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. നമ്മളെ കൊണ്ട് പറ്റൂല മാം, എന്നെ വിട്ടേക്ക്. സ്വരങ്ങൾ ഏഴേ കണക്കാ ഇന്നും ഇരുട്ടാ എന്നതോ മയക്കം. For the petitioner, Your Lordship. Your father? I'm for the petitioner. Oh, sorry. My Lordship? Yes, sir. How can I help you? Counsel appealing for the respondent. Then I'm disappearing. ഇതിങ്ങനെ തന്നെ ചെയ്താ പോരെ? ഇത് മുഴുവൻ വെട്ടിയിട്ടേക്കുവാണല്ലോ. പ്രസിഡന്റ് അങ്ങനെ ചെയ്തത്. ഇലക്ഷനൊക്കെ അല്ലേ, മത്സരിക്കുന്നില്ലേ? കൊല്ലം മത്സരിക്കാൻ ഞാനെന്താ എടപ്പള്ളി സ്വാമിനാഥനോ? അല്ല, പ്രസിഡന്റ് എന്താ ഗവൺമെന്റ്? അതിന് ഇത്ര ഗ്യാപ്പ് തരണം കേട്ടോ എനിക്ക്. ഈ പ്രസിഡന്റ് എന്താ ഇങ്ങനെ? അതൊന്നും പറയാൻ പറ്റില്ല. പ്രസിഡന്റ് ഗൗൺ ഇടാൻ പറയുമ്പോ പ്രസിഡന്റ് പാന്റ് ഇടണ്ടേ? എല്ലാം കൂടി ഇടുന്നതേ എനിക്കൊരു ത്രില്ലല്ല. അത് ഇങ്ങനെ തന്നെ പോരെ? സാറേ, ഫസ്റ്റ് കോർട്ടിൽ മരപ്പെട്ട് കയറി സാറേ.
വരത്തനാണെന്ന് കരുതി നീ ലോഡ്സിനൊക്കെ ഒരു മരപ്പട്ടി എന്ന് വിളിക്കുന്നു. അതല്ല സാറേ, ശരിക്കും മരപ്പെട്ടി ഇത് സാറേ. ഓ, അത് വല്ല പില്ല് കൊടുക്കാൻ വന്നേ. നിനക്കൊക്കെ വല്ല കഴിവുണ്ടോടാ? ജഡ്ജിമാരുടെയും വക്കീലന്മാരുടെയും നെഞ്ചത്ത് കയറിയാ പോരെ? നിന്നോടൊക്കെ ഞാൻ എന്നാ ഉണ്ടാക്കാൻ വന്നു? ഡോണ്ട് ക്രോസ് ദ ലിമിറ്റ്. ഈ ഷോട്ട് ഓക്കെയാണ്. അടുത്ത ഷോട്ട് ജിമ്മി ജബൽ. ഓക്കെ, ഇത് മാർക്ക് ചെയ്താ കേട്ടോ. ടെൻഷൻ. അല്ലേഷ്ട, ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതാണോ നാടകം? ഈ നാടകം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു മിനിമം സൗന്ദര്യമൊക്കെ വേണ്ടേ? ഇതും ആ പിള്ളേര് കളിയോ? സാറില്ല പറഞ്ഞു ഇവിടെ ഇസ്തറ്റിക്സ് വേണ്ട, തമാശ മാത്രം മതിയെന്ന്. തമാശ എവിടെയാ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ?